ഒടുവിൽ കൈവിട്ട വി.ഡി. സതീശനും എം.ആർ. അജിത് കുമാറിന് സസ്പെൻഷൻ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ADGP എം.ആർ. അജിത് കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിനാണ് നടപടി. DGP റാങ്കിലേക്കുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമായിരുന്നു. നടപടിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖം തിരിച്ചപ്പോൾ ഇതിനെതിരെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP രംഗത്തെത്തിയിരുന്നു. വേണുഗോപാലിന്റെ വിശ്വസ്തൻ ആലപ്പുഴ MLA AD തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ മർദ്ദനമേറ്റത്. വേണുഗോപാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് അതൃപ്തി പ്രകടിപ്പിച്ചപ്പോഴാണ് നടപടിയിൽ അന്തിമ തീരുമാനം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ തള്ളി ജന്തർ മന്ദറിൽ സമരം നടത്തുന്ന കോക്രോച്ച് ജനതാ പാർട്ടി. പ്രധാനമന്ത്രിയുടെ പ്രതികരണം അപര്യാപ്തമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ജന്തർ മന്ദർ വിട്ടു പോകില്ലെന്നും CJP വക്താവ് അശുതോഷ് രംഗ അഭിപ്രായപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥികളുടെ സമരം തുടങ്ങി 1.5 മാസത്തിന് ശേഷമെങ്കിലും പ്രധാനമന്ത്രി പ്രതികരിച്ചതിൽ സന്തോഷമുണ്ടെന്നും അശുതോഷ് അഭിപ്രായപ്പെട്ടു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ ഇന്നും ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാമെന്ന് KSEB. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 200 മുതൽ 300 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിൽ കാട്ടുതീ പടരുന്നു. ഫ്രാൻസിലെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ കാട്ടുതീ രൂക്ഷമായതിനെ തുടർന്ന് 10,000-കണക്കിന് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 12,000-ഓളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കനത്ത ചൂടിനെ തുടർന്നാണ് തീ പടരുന്നത്. ഗിറോണ്ടെ മേഖലയിൽ മാത്രം 2,000 ഹെക്ടറിലധികം ഭൂമി കത്തിനശിച്ചതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിലും തുടർന്നുണ്ടായ അന്വേഷണത്തിനും തങ്ങളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. 2019-ലെ സ്വർണ്ണമോഷണ കേസ് പുറത്തുകൊണ്ടുവരാൻ കാരണക്കാരായ തങ്ങളെ ഇപ്പോൾ വേട്ടയാടുകയാണെന്ന് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആരോപിച്ചു. ശ്രീകോവിലിന് മുൻവശത്തുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ പാദങ്ങളിലുണ്ടായ പൊട്ടലുകൾ കാരണം ജീവനക്കാരുടെ കൈകൾ മുറിയുകയും രക്തം വീണ് അശുദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നത് പതിവായതിനാലാണ് നവീകരണത്തിന് ബോർഡ് തീരുമാനമെടുത്തത്. ഇറാന് നേരെ US വ്യോമാക്രമണം തുടരുന്നതിനിടെ ചെങ്കടലിൽ 2 സൗദി എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ. സൗദി അറേബ്യക്കെതിരെയുള്ള ഉപരോധം ലംഘിച്ചതിനാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് എൻസീലിയ, ലൈല എന്നീ കപ്പലുകൾ ആക്രമിച്ചതെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സരി വ്യക്തമാക്കി. സൗദിയിലെ അൽ ഷുബൈക്കിൽ നിന്ന് 130 കിലോമീറ്റർ അകലെ വെച്ച് എൻസീലിയ എന്ന കപ്പലിന് നേരെ ആക്രമണമുണ്ടായെന്നും കപ്പലിൽ തീപിടുത്തമുണ്ടായെന്നും സൗദി പ്രസ് ഏജൻസിയും UK മാർക്കറ്റൈം ട്രേഡ് ഓപ്പറേഷനും സ്ഥിരീകരിച്ചു. കോട്ടയം കുരോപ്പടയിൽ വിഷമുള്ളിൽ ചെന്ന ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച ദാരുണ സംഭവത്തിൽ മരിച്ച വീട്ടമ്മയുടെ സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുരോപ്പട മറ്റപ്പള്ളി ചിറപ്പുറത്ത് ജോബി, ഭാര്യ ജോസ്ന, മക്കളായ മരിയ തെരേസ തോമസ്, അലൻ തോമസ് എന്നിവരാണ് ചികിത്സയിലിരിക്കെ വിവിധ ദിവസങ്ങളിലായി മരണപ്പെട്ടത്. ശാസ്ത്രീയ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലെത്തി നിർണായക തെളിവുകൾ ശേഖരിച്ചിരുന്നു. അസമിന്റെ കിഴക്കൻ ജില്ലകളിൽ പ്രളയക്കെടുതി രൂക്ഷം. 1 മാസത്തിനിടയിൽ 8 ലക്ഷത്തിലധികം ആളുകളെ ബാധിച്ച പ്രളയത്തിൽ 30-ലേറെ ജീവനുകളാണ് ഇതുവരെ പൊലിഞ്ഞത്. അസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ ബുള്ളറ്റിൻ അനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 5 ജില്ലകളിലായി 10 പേർ കൂടി വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടു. ഇതോടെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 40 കടന്നു. വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ രാജ്യത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ നൈമിഷ പ്രധാൻ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. നൈമിഷ വിദേശത്ത് പോയി ഉപരിപഠനം നടത്തിയത് ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് അക്കൗണ്ട് നീക്കം ചെയ്തത്. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തകരുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ മകൾ വിദേശത്ത് പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പ്രതിഷേധം. സമസ്ത
ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി അന്തരിച്ചു. മരണവിവരമറിഞ്ഞ നൂറുകണക്കിന് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ തിരൂർക്കാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖബറടക്കം നാളെ 10-ന് തിരൂർക്കാട് മഹൽ ജുമാ മസ്ജിദിൽ നടക്കും. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റ്, സുന്നി മഹൽ ഫെഡറേഷൻ പ്രസിഡന്റ്, സമസ്ത ഫത്വ കമ്മിറ്റി അംഗം, സുന്നി അഫ്കാർ വാരിക ചീഫ് എഡിറ്റർ പദവികൾ വഹിക്കുകയായിരുന്നു. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനുമായിരുന്നു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.